അസാധാരണമായ രീതികളാണ് കേരളത്തിൽ നടക്കുന്നത്. ഭരണരംഗത്ത് ഗവർണർ നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നു. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അറിയുന്നില്ല. അത്തരമൊരു യോഗത്തിൽ ഉദ്യോഗസ്ഥർ എങ്ങനെ പങ്കെടുത്തു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയൊരു യോഗം ഗവർണർ വിളിച്ചാൽ സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ തങ്ങളുടെ മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഇക്കാര്യം അറിയിക്കണം. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുള്ളൂ ഉദ്യോഗസ്ഥർ. മുഖ്യമന്ത്രി അറിഞ്ഞോ മുഖ്യമന്ത്രിയോട് പറഞ്ഞോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതുതന്നെയാണ് BJPയും കോൺഗ്രസും തമ്മിൽ, മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഡീലുണ്ട്, പരസ്പര ധാരണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവ്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അല്ല, ഇത്തരമൊരു യോഗം നടക്കുമ്പോൾ ആ യോഗം നടക്കുന്ന വിവരം കിട്ടിയാൽ തന്നെ അത്തരം യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സാധാരണഗതിയിൽ സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ്. ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതിരുന്നത്? അത്തരമൊരു യോഗത്തിൻ്റെ വിവരം കിട്ടിയാൽ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നത് നേരിട്ട് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ഗവർണറുടെ അടുത്തും അറിയിക്കാവുന്നതാണ്, ഉദ്യോഗസ്ഥരെയും അറിയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതിരുന്നത്? അവിടെയാണ് ഈ പറയുന്ന ഒരു പ്രത്യേക വിധേയത്വത്തിൻ്റെ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ നാടിന് ചേർന്നതല്ല, നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല. ആ കാര്യം ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണേണ്ടതായിട്ടുണ്ട്. ഗവർണർക്ക് സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാം. അതിനൊരു വഴിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ്, മന്ത്രിമാരുടെ ഓഫീസ് വഴിയാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ അധികാരമില്ല ഗവർണർക്ക്. അതുകൊണ്ട് തന്നെയാണ് അസാധാരണ നടപടിയാണ് നടന്നത് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. സർവകലാശാല VCമാർ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പ് സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പുറത്തു വന്ന വാർത്ത. അങ്ങനെയൊരു യോഗം എങ്ങനെ ഗവർണർ വിളിച്ചു എന്നത് വലിയ ചോദ്യമായി ജനാധിപത്യത്തിന് മുന്നിൽ, തെരഞ്ഞെടുത്ത സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ആരാണ് മുഖ്യമന്ത്രി? VD സതീശനാണോ? അതല്ല, അതിനപ്പുറത്തേക്ക് ഗവർണർ ജനകീയ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയോ? ഇതിനുള്ള മറുപടി ഉറപ്പായും പറയണം സംസ്ഥാന സർക്കാർ. പക്ഷേ മിണ്ടുന്നില്ല. ഗവർണർ ഇത്തരമൊരു യോഗം വിളിച്ചാൽ യോഗം വിളിക്കുന്ന വിവരം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് പങ്കെടുത്തു? മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത് എങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള ബാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിന്. അത്തരമൊരു നടപടി സംസ്ഥാന സർക്കാർ എടുക്കുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും അസാധാരണമായ നടപടിയാണ് ഇത്. ഇനിയും ആവർത്തിക്കാം. പല വകുപ്പുകളുടെയും യോഗം ഇനിയും ഭാവിയിൽ ഗവർണർ വിളിച്ചു ചേർത്തേക്കാം. കാരണം സർക്കാർ ഒന്നും പറയുന്നില്ല. സർക്കാർ ഗവർണർക്ക് മൗനാനുവാദം നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനുള്ള ഉദാഹരണമാണ് MG യൂണിവേഴ്സിറ്റിയിൽ നാം കണ്ടത്. അതിനുള്ള ഉദാഹരണമാണ് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ നിശ്ചയിക്കുന്നത് നാം കണ്ടത്. അതിനുള്ള ഉദാഹരണമാണ് കാർഷിക സർവകലാശാല VCയെ ഗവർണർ നേരിട്ട് നിയമിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നതിലൂടെ നാം അറിയുന്നത്. കേരളം ഭരിക്കുന്നത് ഗവർണറാണ് എന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. ജനകീയ സർക്കാരിന് ഒരു വിലയും കൊടുക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രതികരിക്കേണ്ടവർ പക്ഷേ മൗനത്തിലാണ്.